പാകിസ്ഥാൻ കത്തുന്നു എന്നാണ് വാർത്ത വരുന്നത്. ശരിക്കും ജൻസി കലാപമാണോ പാകിസ്ഥാനിൽ നടക്കുന്നത്? ഇല്ല, പാകിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്നത് നമ്മൾ നേരത്തെ രാവിലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു അല്ലേ? പാക് അധിനിവേശ കാശ്മീർ, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായ കാശ്മീരിൻ്റെ ഒരു ഭാഗം പാകിസ്ഥാൻ പിടിച്ചു വെച്ചിരിക്കുന്നതാണ് POK. POKയിൽ വലിയ കലാപം. POKയിൽ കലാപം മൂർച്ഛിച്ച് സൈന്യത്തെ ഇറക്കി ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചു. അപ്പോൾ ദാ തൊട്ടടുത്തല്ല, പാകിസ്ഥാൻ്റെ മറ്റേ ഒരറ്റത്ത് ബലൂചിസ്ഥാനിൽ അതിഭീകരമായ സംഘർഷം. ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നു, ഓഫീസുകൾ കൊള്ളയടിക്കുന്നു, തീ വെക്കുന്നു, തീപ്പന്തവുമായി ജനം തെരുവിലിറങ്ങിയിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ 2 ഭാഗങ്ങൾ കത്തുകയാണ്. അപ്പോൾ രസകരമായൊരു ചിത്രം ഇന്ന് പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പിന്നെ അസിം മുനീറും, സൈനിക മേധാവി അസിം മുനീറും കൂടി 18 ഇഞ്ച് നീളവും 18 ഇഞ്ച് വീതിയുമുള്ള ഒരു പെട്ടി തുറന്ന് ട്രംപിനെ കാണിക്കുന്നു. ഈ പെട്ടിക്കകത്തുള്ളത് ഇൽമനൈറ്റ്, ഇറിഡിയം തുടങ്ങി തോറിയം, മോണോസൈറ്റ് തുടങ്ങിയ മൂലകങ്ങളുടെ കല്ലുകളാണ്. അതായത് പാകിസ്ഥാനിലെ മിനറൽ റയർ എർത്ത് ഒരു പെട്ടിയിലാക്കി, മനോഹരമായ ഒരു പെട്ടിയിലാക്കി ട്രംപിനെ കൊണ്ട് കാണിച്ചിരിക്കുക. അതായത് ഞങ്ങളുടെ നാട്ടിൽ ഇത്രയും ധാതുക്കളുണ്ട്, മിനറൽസ് ഉണ്ട്. ഈ മിനറൽസ് മുഴുവൻ, ഈ ധാതുക്കൾ മുഴുവൻ അമേരിക്കയ്ക്ക് തരാമെന്നുള്ള കച്ചവടമായിട്ടാണ് പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും അവിടെ പോയിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ ഭൂവിസ്തൃതിയിൽ ഏതാണ്ട് 40% ബലൂജ് മേഖലയാണ്. അതായത് പാകിസ്ഥാൻ്റെ പകുതി ബലൂചിസ്ഥാനാണ്. ബലൂചിസ്ഥാനാവട്ടെ പാകിസ്ഥാനെ അംഗീകരിക്കുന്നില്ല. ഇത് കാരണം ബലൂചിസ്ഥാൻ പണ്ടേ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു. നമ്മൾ പലതവണ നമ്മുടെ ഈ സംഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കാശ്മീർ പ്രശ്നം പോലെ അല്ല ബലൂചിസ്ഥാൻ പ്രശ്നം. ബലൂചിസ്ഥാൻ 1947 ഓഗസ്റ്റ് 14 സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യമാണ്. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാമെന്ന് മൗണ്ട് ബാറ്റൻ പ്രഭുവും ജവഹർലാൽ നെഹ്റുവും ജിന്നയും കൂടി ചേർന്ന് കരാർ ഒപ്പിട്ട് ബലൂജിന് കലാത്ത് എന്ന പേരിൽ, ഇന്നത്തെ ബലൂചിസ്ഥാൻ അന്ന് കലാത്ത് എന്ന പേരിൽ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചതാണ്. എന്നാൽ ഈ കരാറിൽ ഒപ്പിട്ട ജിന്ന പിന്നീട് പട്ടാളത്തെ അയച്ച് പിടിച്ച് കൂട്ടിച്ചേർത്താണ് ബലൂചിസ്ഥാൻ. അതുകൊണ്ടാണ് ബലൂചിസ്ഥാൻ വേറെ രാജ്യമാണെന്നും പാകിസ്ഥാൻ അധിനിവേശം നടത്തിയ രാജ്യമാണെന്നും അതുകൊണ്ട് BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയിലെ പ്രവർത്തകർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ്, ഭീകരന്മാരല്ല എന്ന് പറയുന്നത്. കാരണം അവരുടെ രാജ്യത്തെ പിടിച്ചെടുത്തതാണ്. അങ്ങനെ ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം പിടിച്ചെടുത്തപ്പോൾ അതിനെതിരെ സമരം ചെയ്തവർ ഭീകരപ്രവർത്തകരാണോ? അല്ലല്ലോ. സ്വാതന്ത്ര്യ സമര പോരാളികളാണെങ്കിൽ BLAക്കാരും സ്വാതന്ത്ര്യ സമര പോരാളികളാണ്. ഇതാണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ 2 സ്ഥലത്തും വലിയ കലാപം നടക്കുകയാണ്. അപ്പോൾ BLA ഹോൾഡ് ചെയ്യുന്ന, BLAക്ക് വലിയ സ്വാധീനമുള്ള ബലൂജിനെ അമേരിക്കയ്ക്ക് കൊടുത്തേക്കാം എന്ന് പറയാനാണ് അസിം മുനീറും ഷെരീഫും ഇന്നലെ ട്രംപിനെ കണ്ട് ഈ മാന്ത്രിക പെട്ടിയുമായി അലങ്കരിച്ച വെൽവെറ്റും കൊണ്ടൊക്കെ പൊതിഞ്ഞ 18 ഇഞ്ച് നീളവും 18 ഇഞ്ച് വീതിയുമുള്ള ഈ പെട്ടിക്കകത്ത് അവിടെ ഇന്നതൊക്കെ ഉണ്ടെന്ന് കാണിക്കുന്നത്. കാരണം ഉക്രൈനിൽ വലിയ തോതിൽ റയർ എർത്ത് ഉണ്ട്. ഈ റയർ എർത്ത് സമ്പാദിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ സ്വന്തമാക്കുക എന്നുള്ളത് ട്രംപിൻ്റെ ഒരു ഗൂഢലക്ഷ്യമാണ്. ഇത് ഞങ്ങൾക്ക് വേണമെന്നാണ് ട്രംപ് പറയുന്നത്. ഇത് തന്നെയാണ് പുടിൻ്റെ ലക്ഷ്യം. അതുപോലെ ഈ ബലൂജ് മേഖലയിൽ വലിയ എണ്ണ നിക്ഷേപം, വാതക നിക്ഷേപം, ഈ ധാതു നിക്ഷേപം ഒക്കെ ഉണ്ട്. അത് കണക്കാക്കിയാണ് ചൈന അങ്ങോട്ട് ഒരു ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ആരംഭിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ പാകിസ്ഥാൻ അമേരിക്കയോട് വിധേയത്വം കാണുന്നതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറുന്നതായി ചൈന 2-3 ആഴ്ച മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഇനിയുള്ള ഏക ആശ്രയത പാകിസ്ഥാന് കൊടുക്കുക എന്നുള്ളതാണ്. ചൈന ഒഴിവാക്കിയ സാഹചര്യത്തിൽ ബലൂജ് മേഖലയെ അമേരിക്കയ്ക്ക് തീറെഴുതി കൊടുക്കാനുള്ള തങ്ങളുടെ ഭരണ നേതൃത്വത്തിൻ്റെയും പട്ടാള നേതൃത്വത്തിൻ്റെയും ശ്രമത്തിനെതിരെയാണ് ബലൂചിസ്ഥാനിൽ ഇപ്പോൾ ആളുകൾ ഇറങ്ങുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി കുറേ നാളായിട്ട് പറയുകയാണ് ചെറുപ്പക്കാർ തെരുവിലിറങ്ങണം, ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും തെരുവിലിറങ്ങണം. ഇതിനാണ് ഇയാൾക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയാത്തതുകൊണ്ട് ചെറുപ്പക്കാർ തെരുവിലിറങ്ങി സർക്കാരിനെ അട്ടിമറിക്കണം. നേപ്പാളിൽ നടന്ന പോലെ, ഭൂട്ടാനിൽ നടന്നതുപോലെ, ശ്രീലങ്കയിൽ നടന്നതുപോലെ, അല്ലെങ്കിൽ ഫിലിപ്പൈൻസിൽ ഇപ്പോൾ ഒരു ശ്രമം ഉണ്ടായതുപോലെ ഇന്ത്യയിലെ യുവാക്കളും വിദ്യാർത്ഥികളും തെരുവിലിറങ്ങി സർക്കാരിനെ അട്ടിമറിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി നിരന്തരം പറയുന്നത്. എന്നിട്ട് വേണം ഇയാൾക്ക് പ്രധാനമന്ത്രി കസേരയിലിരിക്കുക. കാരണം 81 തെരഞ്ഞെടുപ്പ് നടന്നതിൽ 78ലും തോറ്റ പാരമ്പര്യമുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി. ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാനേ കഴിയില്ല എന്നുറപ്പായി. അപ്പോൾ അതുകൊണ്ട് ഇനി അട്ടിമറി നടത്തി ഭരണത്തിൽ എത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഈ ലഡാക്ക് കലാപമാണെങ്കിലും അതിൻ്റെ പിന്നിലും കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും ബന്ധം പുറത്ത് വന്നു കഴിഞ്ഞു. സോനം വാങ്ചുക്ക് ഇയാളുടെ വളരെ അടുപ്പക്കാരനാണ്. അവിടുത്തെ ഒരു മുനിസിപ്പൽ കൗൺസിലറാണ് BJP ഓഫീസിന് തീവച്ചതും CRPFനെ ആക്രമിച്ചതും എന്നൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയിൽ നേപ്പാൾ മോഡൽ ജൻസി കലാപം വേണമെന്ന് രാഹുൽ ഗാന്ധിയും ഇവിടുത്തെ പ്രതിപക്ഷവും ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളും ആവശ്യപ്പെടുമ്പോഴാണ് ഇസ്ലാമിക രാജ്യമായ
പാകിസ്ഥാനിൽ POKയിലും ബലൂചിസ്ഥാനിലും വലിയ തോതിൽ ജൻസി എന്ന് പറയാവുന്ന ചെറുപ്പക്കാരുടെ കലാപം ആരംഭിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഈ ബലൂജിൽ എപ്പോൾ പ്രശ്നം ഉണ്ടായാലും പാകിസ്ഥാൻ ഉടനെ പറയും ഇതിൻ്റെ പിന്നിൽ ഇന്ത്യയാണ്, ഇതിൻ്റെ പിന്നിൽ ഇന്ത്യയാണ്, ഇതിൻ്റെ പിന്നിൽ ഇന്ത്യയാണ്. ഇന്ത്യ കാബൂൾ വഴി അഫ്ഗാനിസ്ഥാനിൻ്റെ തലസ്ഥാനമായ കാബൂൾ വഴി ഇവർക്ക് പണവും ആയുധവും എത്തിക്കുന്നു. ഇന്ത്യയും അഫ്ഗാനും തമ്മിൽ, താലിബാൻ സർക്കാരും തമ്മിൽ നല്ല ബന്ധമാണ്. താലിബാൻ്റെ ആശയങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിലും ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള ആപ്തവാക്യം പ്രമാണമാക്കി നമ്മൾ പാകിസ്ഥാൻ്റെ ശത്രുവായ അഫ്ഗാനുമായി നമുക്ക് നല്ല ബന്ധമാണ്. അനൗദ്യോഗികമായി നമ്മൾ അവരുടെ എംബസി ഇവിടെ ഇല്ലെങ്കിൽ പോലും നയതന്ത്ര ബന്ധങ്ങൾ പോലും അനൗദ്യോഗികമായി അഫ്ഗാനും ഇന്ത്യയും തമ്മിൽ ഉണ്ടെന്നാണ് പാകിസ്ഥാൻ ആക്ഷേപിക്കുന്നത്. കാബൂൾ വഴി നമ്മൾ പണം കൊടുക്കുന്നു, നമ്മൾ സഹായങ്ങൾ കൊടുക്കുന്നു, ആയുധങ്ങൾ കൊടുക്കുന്നു എന്നൊക്കെയാണ് പാകിസ്ഥാൻ നിരന്തരം പറയുന്നത്. പാകിസ്ഥാൻ്റെ മിലിറ്ററിയുടെ ഇൻ്റർ സർവീസ് PR പലതവണ പത്രക്കുറിപ്പിറക്കിയിട്ടുണ്ട്, ഇന്ത്യയാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നതെന്ന്. ഇപ്പോൾ ഈ നിലവിളി ഇതുവരെ വന്നിട്ടില്ല. ഒരേ സമയം POKയിലും ബലൂചിസ്ഥാനിലും ഈ പറഞ്ഞതുപോലെയുള്ള ജനങ്ങളുടെ വലിയ പ്രതിഷേധം, പ്രത്യേകിച്ചും ചെറുപ്പക്കാർ തീപ്പന്തങ്ങളും ആയുധങ്ങളും കല്ലും കട്ടയും കമ്പിപ്പാരയും ഒക്കെയായി തെരുവിലിറങ്ങി സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നതിൻ്റെ പിന്നിൽ ഇന്ത്യയാണ് എന്ന വാദം പാകിസ്ഥാൻ അനൗദ്യോഗികമായി ഇപ്പോൾ ഉയർത്തിക്കഴിഞ്ഞു. ഇനി മറ്റേ മിലിറ്ററി ഇൻ്റർ സർവീസസ് PR-ൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം കൂടി വന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവർ പാകിസ്ഥാൻ പറയുന്ന പോലെ ഇന്ത്യയാണെങ്കിൽ ഡൽഹിയിലിരുന്ന് അജിത് ഡോവൽ ചിരിക്കുന്നുണ്ടാവും. കാരണം ഇന്ത്യയിൽ ജൻസി എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ ജൻസി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സർവകലാശാലകൾ മുഴുവൻ ABUP ജയിക്കുന്നു. അവർ തെരുവിലിറങ്ങി ജാഥ നടത്തുന്നു. അവർ തെരുവിലിറങ്ങി ജാഥ നടത്തുമ്പോൾ ഭാരത് മാതാ കീ ജയ് വിളിക്കുന്നു. അതിനോടൊപ്പം തന്നെ അവർ ഇന്ത്യയുടെ കൊടി ഉയർത്തിപ്പിടിക്കുന്നു. ഡൽഹിയിലെ ഒരു വലിയ സ്റ്റേഡിയത്തിൽ, ഞാനൊരു വീഡിയോ ഉണ്ട്, സ്റ്റേഡിയത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ആയിരക്കണക്കിന് യുവാക്കൾ ഒത്തുചേർന്നിട്ട് പറഞ്ഞു, മോദി അങ്ങ് വീണ്ടും ഞങ്ങളെ നയിക്കണം എന്ന് പറഞ്ഞ് നവരാത്രി ആഘോഷിക്കുന്നു. ചെറുപ്പക്കാർ മുഴുവൻ ഇന്ത്യയിലും തെരുവിലാണ്. പക്ഷേ അവർ രാജ്യത്തിന് വേണ്ടിയാണ് ഇന്ത്യൻ ജൻസി ആഹ്ലാദാരവങ്ങൾ മുഴക്കുന്നത്. പക്ഷേ പാകിസ്ഥാനിൽ ഇപ്പോൾ ജൻസി കലാപം തുടങ്ങിക്കഴിഞ്ഞു. പാകിസ്ഥാനിലെ ജൻസി കലാപത്തിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയില്ല. ഏതായാലും പാകിസ്ഥാനിൽ ഈ POKയിൽ ഉള്ള കലാപത്തിന് വലിയ സവിശേഷമായ പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ പറയുന്നത് POK നമ്മുടേതാണ്. നമ്മൾ ആ അനധിവിദൂരമായ ഭാവിയിൽ നമ്മുടെ POK നമ്മൾ തിരിച്ചു പിടിക്കും. POK എന്ന് പറയുന്ന പ്രദേശം നമ്മുടെയാണ്. അത് ശങ്കരാചാര്യരുടെ ഒരു പീഠം പോലും ഉള്ളത് ഈ പാക് അധിനിവേശ കാശ്മീരിലാണ്. ഇന്ത്യക്ക് ഭൂമിശാസ്ത്രപരമായും സൈനികമായും സാംസ്കാരികമായും വലിയ താല്പര്യമുള്ള, വലിയ ബന്ധമുള്ള സ്ഥലമാണ് പാകിസ്ഥാൻ്റെ കയ്യിലിരിക്കുന്നത്. അത് നമുക്ക് തിരിച്ച് കിട്ടിയേ പറ്റൂ. നമ്മൾ ജമ്മു കാശ്മീർ അസംബ്ലിയിൽ പോലും ആ പാകിസ്ഥാൻ്റെ കൈവശമുള്ള കാശ്മീർ മേഖലയ്ക്ക് വേണ്ടി സീറ്റുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അവർ ഉന്നയിക്കുന്ന ഒരു സമരത്തിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവാമി ആക്ഷൻ കൗൺസിൽ എന്ന് പറഞ്ഞൊരു സംഘടനയാണ് സത്യത്തിൽ സമരം ആരംഭിച്ചത്. അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് 70 വർഷമായിട്ട് ഞങ്ങൾക്കൊരു ഗുണം ഉണ്ടായില്ല ഈ സർക്കാർ ഭരിച്ചിട്ട്. ഞങ്ങളുടെ ഈ പ്രദേശത്തേക്ക് ഒന്നും ചെയ്യുന്നില്ല, ഒരു വികസനമില്ല, നല്ല റോഡില്ല. ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാശ്മീർ കാണാം. കാശ്മീർ എങ്ങനെ മാറുന്നു? കാശ്മീർ അതിമനോഹരമായി മാറിയിരിക്കുന്നു. വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഭൂപ്രദേശം നിങ്ങൾ പിടിച്ചെടുത്തിട്ട് ഞങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം പോലും ഇല്ല, വൈദ്യുതി ഇല്ല, വെള്ളമില്ല, റോഡില്ല, ആരോഗ്യ സംവിധാനങ്ങളില്ല. പിന്നെന്തിനാണ് നിങ്ങൾ ഞങ്ങളെ ഭരിക്കുന്നത്? അതിൻ്റെ കൂടെ ഇവർ ആദ്യം ഒരു മുദ്രാവാക്യം വെച്ചിരുന്നു. 38 ആവശ്യങ്ങളുണ്ട്. അതിലൊന്ന്, ഈ കാശ്മീരിൽ കുടുങ്ങിപ്പോയ അഭയാർത്ഥികളായിട്ട് കഴിയുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഈ POK പാക് അധിനിവേശ കാശ്മീരിൽ ഒരു 12 സീറ്റ് മാറ്റിവെച്ചിട്ടുണ്ട്. ആ റിസർവേഷൻ എടുത്തു കളയണമെന്നുള്ള ആവശ്യത്തിലാണ് ഇപ്പോൾ തുടങ്ങിയതെങ്കിലും ഇപ്പോൾ സമരത്തിൻ്റെ രൂപഭാവമൊക്കെ മാറി. ഇപ്പോൾ സമരത്തിൻ്റെ രൂപഭാവം എന്ന് പറയുന്നത് പാകിസ്ഥാൻ POKയിലുള്ള പാക് അധിനിവേശ കാശ്മീരിനോട് ചിറ്റമ്മ നയം കാണിക്കുന്നു. കാരണം പാകിസ്ഥാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. പാകിസ്ഥാന് കോടിക്കണക്കിന് ആയിരക്കണക്കിന് രൂപ മുടക്കി വലിയ റോഡും വലിയ പാലവും ഒക്കെ ഉണ്ടാക്കിയാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ അത് കൊണ്ടുപോകുമെന്ന് പാകിസ്ഥാൻ അറിയാം. അതുകൊണ്ട് അവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട എന്നുള്ള ഒരു അഴകുഴമ്പൻ നിലപാടാണ് ഇവരെടുത്തിരിക്കുന്നത്, പാക് ഭരണകൂടം എടുത്തിരിക്കുന്നത്. പകരം എന്ത് ചെയ്യുന്നു? ഈ പാകിസ്ഥാൻ POK മേഖലകളിൽ മുഴുവൻ തീവ്രവാദി സംഘടനകളെ കൊണ്ടുകൂടിയിരുത്തും. അവരുടെ ട്രെയിനിങ് ക്യാമ്പുകൾ നടത്തും. നമ്മുടെ ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള എല്ലാ തീവ്രവാദ കേന്ദ്രങ്ങളുടെയും പ്രഭവസ്ഥാനം POKയിലുള്ള തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളായിരുന്നു. നമ്മൾ ആ ഭാഗത്തേക്കാണ് സർജിക്കൽ സ്ട്രൈക്ക് ഉൾപ്പെടെയുള്ളത് നടത്തിയത്. അപ്പോൾ അവരുടെ ആശങ്ക, ഞങ്ങൾക്ക് വികസനവും ഇല്ല, ഒന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് അടിയും കിട്ടും. ഇതിന് ഞങ്ങൾ എന്ത് ചെയ്തു? കാരണം പാകിസ്ഥാൻ ഭരണകൂടം എടുക്കുന്ന അതേ നിലപാട് ഇത് തന്നെ ബലൂചിസ്ഥാനിൽ കാണിക്കുന്നു. ബലൂചിസ്ഥാനിൽ ഇവർ
ഒരു വികസന പ്രവർത്തനം നടത്തരുത്. കാരണം ബലൂചിസ്ഥാൻ വേറെ നാടാണ്, അങ്ങോട്ട് അവർ വികസിപ്പിക്കാൻ ചെന്നാൽ അവർ വെടിവെച്ച് വീഴ്ത്തും BLA-ക്കാർ. അപ്പോൾ ഇങ്ങനെ ചിറ്റമ്മ നയം നടത്തുന്ന ഈ രാജ്യത്തിൻ്റെ ഭാഗമാണെന്ന് പാകിസ്ഥാൻ പറയുകയും എന്നാൽ വലിയ തോതിൽ അവഗണിക്കുകയും ചെയ്യുന്ന ഈ ഭരണകൂടം ഇനി വേണ്ട എന്ന് പറഞ്ഞാണ് ജൻസി പറക്കുന്നത്. അപ്പം നമ്മുടെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഞാൻ ആലോചിക്കായിരുന്നു. രാഹുൽ ഗാന്ധി 2 കാര്യങ്ങളിൽ മിണ്ടിയിട്ടില്ല. ഒന്ന്, പാകിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്ന ജൻസി കലാപം ഇന്ത്യ കാണണം, ഇന്ത്യക്ക് ആവേശം നൽകുന്നതാണ്, പാകിസ്ഥാൻ അസ്ഥിരപ്പെടുകയാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുമോ? ഇല്ല. കാരണം ഇയാളുടെ രക്തം എന്ന് പറയുന്നത് പച്ച നിറത്തിലോടുന്ന രക്തമാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ചരിത്ര വിജയം നേടിയില്ലേ ഏഷ്യ കപ്പിൽ വലിയ വിജയം നേടി എന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിപ്പിടിച്ച് പാകിസ്ഥാൻകാരൻ്റെ കയ്യിൽ നിന്ന് ട്രോഫി പോലും ഞങ്ങൾ വാങ്ങില്ല എന്ന് പറഞ്ഞ് രാജ്യത്തെ ധീരോദാത്തമായ നിലപാടെടുത്ത് അഭിമാനമുണ്ടാക്കുന്ന ഒരു നടപടിയെടുത്ത് കോൺഗ്രസ് എന്ന പാർട്ടി ഒരു ട്വീറ്റ് പോലും ചെയ്തിട്ടില്ല. ശ്രദ്ധിച്ചോ? പപ്പു ഒരക്ഷരം വേണ്ടിയിട്ടില്ല. പപ്പു എന്ന് വിളിക്കാൻ പാടില്ല എന്നൊക്കെ അറിയാം. പക്ഷേ ഇത്തരം നിലപാടുകൾ എടുക്കുന്ന ആളുകളെ നമ്മൾ പപ്പു എന്തെങ്കിലും മിനിമം വിളിക്കണ്ടേ? അപ്പോൾ രാജ്യം വല്ലാതെ കുതിക്കുമ്പോൾ, രാജ്യത്തിൻ്റെ ശത്രുക്കൾക്ക് ക്ഷീണമുണ്ടാകുമ്പോൾ മിണ്ടാതിരിക്കുകയും എന്നാൽ ഇന്ത്യ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് പാകിസ്ഥാൻ അനുകൂലമായി പാകിസ്ഥാൻ്റെ താല്പര്യാർത്ഥം വർത്തമാനം പറയുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവിനെ കാണാനില്ല. കൊളംബിയയ്ക്ക് പോയോ എന്നറിയില്ല. ഏതായാലും ഇന്ത്യയിൽ ജൻസി കലാപം പ്രതീക്ഷിച്ച സുഡാപ്പികൾ അറിയണം, ജൻസി കലാപം നിങ്ങളുടെ അമ്മായിയപ്പൻ്റെ വീട്ടിൽ തുടങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഇപ്പോൾ കത്തുകയാണ്. നിങ്ങൾക്ക് വേണേ മോദി ചിരിക്കുകയാണ്. ഡൽഹിയിൽ പൊട്ടിച്ചിരി ഉയരുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.